+1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് മുഖ്യമന്ത്രിക്ക് നേരെ KSU MSF പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലായിരുന്നു രണ്ടിടങ്ങളിലായി പ്രതിഷേധം. സംഭവത്തിൽ 12 നേതാക്കളെ നടക്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തു. NGO യൂണിയൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായി കോഴിക്കോട് ബീച്ചിലേക്ക് പോകുമ്പോഴാണ് മുഖ്യമന്ത്രിക്കെതിരെ ആദ്യം MSF പ്രവർത്തകരും പിന്നീട് KSU പ്രവർത്തകരും കരിങ്കൊടി കാണിച്ചത്. വെസ്റ്റ് ഹില്ലിൽ കോഴിക്കോട് DCC ഓഫീസ് പരിസരത്തായിരുന്നു KSU പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധം. സംസ്ഥാന ജനറൽ സെക്രട്ടറി P. സനൂജ് മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിന് നേരെ കരിങ്കൊടിയുമായി ചാടി വീഴുകയായിരുന്നു. പിന്നാലെ സീറ്റ് ഇവിടെ സർക്കാരെ എന്നെഴുതിയ പ്ലക്കാർഡുമായി KSU ജില്ലാ ഭാരവാഹികളായ മുഹമ്മദ് യാസിൻ, ഋഷികേഷ് അമ്പലപ്പടി എന്നിവർ വാഹനവ്യൂഹത്തിന് പിന്നാലെ കുതിച്ചു. നടക്കാവ് പോലീസ് ഇവരെ പിടികൂടുകയായിരുന്നു. മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൌസിൽ നിന്നും ഇറങ്ങിയതിന് പിന്നാലെയാണ് വെസ്റ്റ് ഹിൽ ബാരക്സിൽ MSF ജില്ലാ പ്രസിഡന്റ് അഫ്നാസ് ചോറോട്, ജില്ലാ ജനറൽ സെക്രട്ടറി സ്വാഹിബ് മുഹമ്മദ്, നേതാക്കളായ സാജിദ് റഹ്മാൻ, മിഷാഹിർ നടക്കാവ് എന്നിവരുടെ നേതൃത്വത്തിൽ കരിങ്കൊടി കാണിച്ചത്. ഇവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൌസിൽ നിന്നും പുറപ്പെടുന്നതിന് 1 മണിക്കൂർ മുൻപ് തന്നെ KSU കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് VT സൂരജ്, വൈസ് പ്രസിഡന്റുമാരായ MP രാഗിൻ, PM ഷഹബാസ് തുടങ്ങിയവരെ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നാലെ നേതാക്കളായ ഫായിസ് നടുവണ്ണൂർ, ജോയൽ ആന്റണി എന്നിവരെയും പിടികൂടി. +1 സീറ്റ് പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിലും കൂടുതൽ രൂക്ഷമായ പ്രക്ഷോഭ സമരങ്ങൾ നടത്താനാണ് KSUവിന്റെയും MSFന്റെയും തീരുമാനം. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. മലബാറിൽ 3ാം അലോട്ട്മെന്റിന് ശേഷവും +1 സീറ്റ് പ്രതിസന്ധി തുടരുന്നു. കോഴിക്കോട് ജില്ലയിൽ മാത്രം ഇപ്പോഴും പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികളുടെ എണ്ണം 16,000-നടുത്താണ്.